ഹേയ് ഓൾ, അസ്സലാമു അലൈക്കും. ഫസ്റ്റിലെ 20 സെക്കൻഡ്സ് ഞാൻ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വരുന്ന മിനിറ്റ്സുകൾ ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടും എടുക്കുകയാണ്. ഈ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഞാൻ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഫസ്റ്റിലേക്ക് തന്നെ ഒരു വൈബ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. മിനി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ. അപ്പം കാര്യമായിട്ടൊന്നുമില്ല, കോണ്ടന്റ് ആയിട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഈ വീഡിയോ. പക്ഷേ എനിക്കിങ്ങനെ വെറുതെ എന്തെങ്കിലും ഇരിക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മീൻസ് നമ്മൾ വെറുതെ ഇരിക്കുക വീട്ടിൽ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര ഡിപ്രഷനും ഡിപ്രഷൻ അല്ല, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സങ്കടങ്ങൾക്ക് വെറുതെ കയറി വരും. ഗേൾസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഗേൾസിന് പൊതുവെ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ഉണ്ടാവല്ലോ. എന്തെങ്കിലും ആലോചിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ കയറി വരും. ഞാൻ പൊതുവായിട്ട് എനിക്ക് എന്തെങ്കിലും സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ എന്താ ചെയ്യാറുള്ളത്, പണ്ട് ഞാൻ അതിനിപ്പോൾ 1 മണിക്കോ 2 മണിക്കോ ആവട്ടെ, ഞാനൊരു 10th +1 ആ ഒരു ടൈമിലൊക്കെ എനിക്ക് എന്ത് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം പോയിട്ട് ഒരു പേപ്പറും പെന്നും എടുക്കും. എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഒരു കവിതൻ്റെ ലൈൻസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ എന്തെങ്കിലും സ്പീക്കിംഗ് ടോക്ക് ലൈക്ക് കോഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഒരു എസ്സേ പോലെ എഴുതി വെക്കും. അതെന്തിനാ അറിയോ? അത് എൻ്റെ വിഷമം കാര്യങ്ങളും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സ്ട്രെസ് ആയിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കവിതകളൊക്കെ എഴുതാറുണ്ട്. ഞാൻ +1 അതുപോലെ തന്നെ 10th പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം കവിത എഴുതുന്നതിലാണെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിടും. അത് ഇപ്പോൾ ഈ ഒരു ടൈം ആയിപ്പെട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടുന്നതിലും എനിക്ക് എന്തെങ്കിലും വീട്ടിലൊക്കെ വെറുതെ ഇരുന്നിട്ട് ഒരു സങ്കടമൊക്കെ വന്നിട്ടാണ് ഇടുന്നത്. നിങ്ങൾ കരുതിക്കോ, പ്രശ്നമില്ല. കാരണം എന്താ പറയുക, ഡിഗ്രി കംപ്ലീറ്റ് ആയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല ഒന്നിനും. അപ്പം എന്തായാലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് അതുവരെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഭ്രാന്താവുക. ഇനിയിപ്പോൾ എൻ്റെ അസുഖം ആർക്കെങ്കിലും എനിക്ക് അറിയണ്ട. ഡിഗ്രി എന്തായാലും കഴിഞ്ഞു. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ബുക്സും കാര്യങ്ങളൊന്നും വായിക്കാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിക്കും. പണ്ട് എനിക്ക് അങ്ങനെ ഒരു ശീലം, എല്ലാ ബുക്സും നല്ലപോലെ വായിക്കാം. അതുപോലെ അതിലെന്തെങ്കിലും നല്ല മോട്ടിവേഷൻ സ്പീക്കിംഗ് തോട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് കൊണ്ട് കയറ്റി വെക്കും. എന്നിട്ട് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ലൈക്ക് ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല, ബുക്സ് ഇല്ല. അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ത്വര വരാം. എക്സാമുള്ള സമയത്തൊന്നും പഠിക്കാൻ ത്വര ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സമയം ആയപ്പോൾ എന്തോന്ന് അറിയില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം തോന്നാം. ജനറൽ നോളേജ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് എൻ്റെ ഒരു ലിസ്റ്റിലുണ്ട്. അത് ഭാവിയിൽ എന്തായാലും യൂസ്ഫുൾ ആവും എനിക്കറിയാം. സോ അതുകൊണ്ട് മീൻസ് പൊളിറ്റിക്സ് ആണ് എടുത്തതുകൊണ്ട് എന്നുള്ള ഒരു രീതിക്ക് തന്നെ പൊളിറ്റിക്കലി സോഷ്യലി കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ പഠിക്കണമെന്നുണ്ട്, എൻ്റെ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇങ്ങനത്തെ വിഷമം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആട്ടോ. അപ്പം നിങ്ങളിടുന്ന കമൻസും കാര്യങ്ങളൊക്കെ സത്യം പറയുകയാണെങ്കിൽ നല്ല ഹാപ്പിനെസ് ആണ്. കാരണം എനിക്ക് സ്ട്രെസ് ഫ്രീ എന്നുള്ള രീതിക്കായിരിക്കും ഞാൻ വീഡിയോസ് ഇടുക. പക്ഷേ നിങ്ങളൊക്കെ എനിക്ക് കമൻസ് ഇടുമ്പോൾ നിങ്ങൾ കമൻസ് ലൈക്ക് ഇടുക, അതുപോലെ റിപ്ലൈ തരാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതാണ് സംഭവം, ഞാൻ വീഡിയോസ് ഇടുന്നതിൻ്റെ മെയിൻ കാരണം. പിന്നെ എന്തെങ്കിലും സൈഡിലൂടെ ഏർണിങ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ 21 ഇയേഴ്സ് ഓൾഡ്, 22 ഓഗസ്റ്റിലേക്ക് ആവും. അപ്പം എനിക്ക് സൈഡിലൂടെ ഏർണിങ്സ് ഉണ്ടെങ്കിൽ അത് എനിക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും നടണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ട്രൈ ചെയ്യണ്ടേ. അപ്പം ഞാൻ 3 നെറ്റും കാര്യങ്ങളും യൂസ് ചെയ്ത് 3 മാസ്ക് ഒക്കെ വെച്ച് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് കുറേ നെഗറ്റിവിറ്റീസ് ഒക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഇവർക്ക് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഓരോന്നിങ്ങനെ പറയും. ചിലപ്പോൾ ഭയങ്കര ബാഡായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനത് മൈൻഡിലേക്ക് കൊടുക്കാറില്ല. ചില സമയത്തൊക്കെ ഹേർട്ടാവും. അത് നമ്മൾ ലൈവിൽ സ്ഥിരമായിട്ട് വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ചിലപ്പോൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ കഴിക്കില്ല. സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൈഡിലൂടെ ഒക്കെ ഒരുമാതിരി ടൈപ്പ് ഓഫ് പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹേർട്ടിങ് ആവും. അതുള്ളൊരു സംഭവമാണ്. ആൻഡ് ഓൾസോ ഇത്രയും വെച്ചിട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരു ഗേൾ എന്ന രീതിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് ഒന്നും ഞാൻ ഇതുവരെ തുടങ്ങിയിട്ട് എനിക്ക് നല്ല ആഗ്രഹമുള്ളൊരു സംഭവമാണ്. പക്ഷേ അതൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇതുവരെ എത്തി. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയാനാ, അപ്പം നമ്മൾ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് വീഡിയോസ് ഇടുന്നതിലും അത് ബാക്കിയുള്ളവർ കാണുന്നതിലും. നിങ്ങളുടെ കമൻസും എല്ലാം ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ എന്തെങ്കിലും സങ്കടം കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലൈവ് സ്ട്രീമിങ്ങും അതുപോലെ വീഡിയോസ് ഒക്കെ ഇടാം. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈവ് കാണുന്ന ചില ആൾക്കാർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ നേരമല്ലേ പറയണേ, 5 മിനിറ്റായി നിർത്താം ഗൈസ്. അതായത് എൻ്റെ ലൈവ് കാണുന്ന ചില ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് നേരമൊക്കെ ഞാൻ ചുമ്മാ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും അതുപോലെ തന്നെ കുറേയൊക്കെ ബിസി ആയിട്ട് നടക്കുന്ന ടീംസ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇറക്കിയൊക്കെ കാണി ഇതുപോലെ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ വരുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ഒക്കെ ആയിരിക്കും മേ ബി, പ്രത്യേകിച്ച് പ്രവാസികൾ. ഓക്കെ, അപ്പോൾ ഞാൻ ലൈവ് സ്ട്രീമിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റീസ് വരലുണ്ട്. അപ്പോൾ മാസ്ക് ഇട്ടുകൊണ്ട് എന്തോ എത്ര നെഗറ്റിവിറ്റീസ് വരുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ടെററിസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ പറയാറുണ്ട്. അതൊന്നും പക്ഷെ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല കേട്ടോ. അതൊക്കെ പറയുന്നവർ പറഞ്ഞിട്ട് അത് റിലീജിയൻ ബേസ് ആയിട്ട് ഭയങ്കര കുറേ ആളുകൾ വരാറുണ്ട് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ വേറെ തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണ്.
പിന്നെ എനിക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഞാനിങ്ങനെ ചുമ്മാ ഒരു എസ്തറ്റിക് ആയിട്ടൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ എടുക്കാൻ വിചാരിക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പം എനിക്ക് എക്സ്പീരിയൻസസ് കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് പറയണമെന്നുണ്ട്. അപ്പോൾ ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും അങ്ങനെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടോ ഉദ്ദേശിച്ചത്, അല്ലാതെ ഫാമിലി റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ സംഭവങ്ങളല്ല. ഓരോ ടോപ്പിക്സ് ഉണ്ടാവും നമുക്ക് ലൈഫിൽ. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ സംഭവങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ആവും, ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, പല മെമ്മറീസ് ഉണ്ടാവും. ഇല്ലാത്ത കേൾക്കാൻ മനുഷ്യന്മാരാണ്. പിന്നെ ഈ 21 years ഓൾഡ് ആണെന്ന് പറയുകയാണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു വയസ്സിന്റെ കാലയളവിൽ തന്നെ എനിക്ക് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ലൊരു കോണ്ടന്റ് ഒക്കെ ഇൻഷാള്ള വരണമെന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവരും ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം എൻ്റെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലാണ്. ഇനി ഇതിൽ വല്ല നെഗറ്റീവ് കൊണ്ടുവരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എൻ്റെ ലൈവിലും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഇതപ്പോൾ എത്ര നെഗറ്റീവ് ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്. ഇവർക്ക് എന്തുവാ, ഇവർക്ക് എന്താ എവിടുന്ന വരുന്നതെന്ന് കൂടി അറിയില്ല. അങ്ങനത്തെ ടീംസ് ഉണ്ട് കേട്ടോ. ഇത്രയും നെഗറ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തോ അവർ കാണുന്നത് നെഗറ്റീവായിട്ട്. ഞാൻ പറയാലോ ഫുൾ ഡർട്ടി മൈൻഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡോട്ട് കൂടി നടക്കുന്ന ടീംസ് ആയിരിക്കും. പിന്നെ പറയണ്ടല്ലോ ടെററിസ്റ്റ് എന്ന് വെച്ചിരുന്ന ടീംസ് മറ്റവരായിരിക്കും. അവരെ പിന്നെ പറഞ്ഞ് നന്നാക്കിയാലും നന്നാവാത്ത കുറേ ടീംസ് ഉണ്ടാവും. പണ്ടൊക്കെ ഞാൻ ഭയങ്കര പാവയും കേസ്, പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ബോൾഡായിട്ട് വരുന്നുണ്ട്. മേ ബി പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷെ അധികം ഞാൻ കരുതി പണ്ട് ഞാൻ കരഞ്ഞു, നല്ല കരഞ്ഞു ഒരാളെ കമൻസ് കണ്ടിട്ട്. ബട്ട് ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഇപ്പം കുറച്ച് ബോൾഡായി. പിന്നെ മനുഷ്യന്മാരല്ലേ, സങ്കടം വരുമ്പോൾ കരയണം, അങ്ങനെയാണല്ലോ അല്ലേ? കരയന്നെ വേണം. എന്ത് സങ്കടം വന്നിട്ടുണ്ടെങ്കിലും കരയണം. അല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ അത് ഉള്ളിൽ അങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്ത് സങ്കടം വന്നാലും കരയന്നെ വേണം, കരഞ്ഞങ്ങോട്ട് തീർക്കാം. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസോ. സോ ഗൈസ്, ഇനിയും അവിടെ സപ്പോർട്ട് ചെയ്യുക. എന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടീംസൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കാം. കാരണം നമ്മൾ എന്ത് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സങ്കടങ്ങളും കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്നിട്ട് മറക്കാനും എല്ലാം കൂടെ കഴിയും. അതാണ് ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സങ്കടങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം പോകും. ഭയങ്കര റിലീഫ് ആവും. ഓക്കെ, ഇന്ന് ഞാനൊരു ചെറിയൊരു മിനി വ്ലോഗ് ഉദ്ദേശിച്ചിട്ട് 9 minutes ആയി. എന്തായാലും ഒരു വീഡിയോ കണ്ടാൽ ഒരു ലൈക്കൊക്കെ തന്നെ കിട്ടും.